ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ജാതി ജാതകം എന്ന പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. എം മോഹൻ സംവിധാനം ചെയ്ത പടം. ആള് സംവിധാനം ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? അരവിന്ദിൻ്റെ അതിഥികൾ, കഥ പറയുമ്പോൾ, മാണിക്യക്കല്ല്, 916 വെച്ച് കഴിഞ്ഞാൽ അതിൽ 916 മാത്രമാണ് കുറച്ച് വിജയിക്കാതെ പോയുള്ളൂ. ബാക്കി 3 പടം സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ ഈ പടം വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷയാണ്. പിന്നെ ശ്രീനിവാസൻ കുറച്ച് കാലമായിട്ട് നായകവേഷത്തിൽ വരുന്നു. അത് കുറച്ച് കാലമായി ആൾ നായകവേഷത്തിൽ വന്നിട്ട്. അപ്പം അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പടം ഈ മാസം ലാസ്റ്റിൽ തിയേറ്ററിലുണ്ട് 31-ാം തീയതി. അപ്പം അന്ന് തന്നെയാണ് ബേസിലിൻ്റെ പടവും, പൊൻ മാൻ. അപ്പോൾ കാണാം. ഫുൾ സൗണ്ട്. കല്യാണമാണ് സബ്ജക്ട്. മലബാറാണ്. തടി വെച്ചിട്ടുണ്ട് ആള്. പടത്തുറുപ്പന്മാരായിരുന്നു ഞാളാ കുടുംബം. നീ എന്റെ മോനാണ്. ഓള് കാണിച്ചു തരുന്നപ്പെടില്ല. നീ അച്ഛന്റെ 16 ഇന്റെ കല്യാണം ഞാൻ ഒന്നിച്ചേർന്നു. ഉറപ്പിച്ച 22 തന്നെ ഇന്റെ കല്യാണം ഈ മാമ്പറത്തിലാകോ നടത്തും. ഓ, നമ്മുടെ കുട്ടി. മോഹൻ തിന്നോ, 3 നേരവും മുടങ്ങാണ്ട് തിന്നോ. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രിലേഹ്യം. പൊളി സാധനമാണല്ലോ. ട്രെയിലർ ഒരു രക്ഷയില്ല. കല്യാണം ജാതകൊക്കെയാണ് സബ്ജക്റ്റ്. കുഞ്ഞികൃഷ്ണ അച്ഛൻ്റെ റോള് കിട്ടു. നിഖിലാവിമേല് പ്രകൃതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കുണ്ടനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മറ്റേ പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് അവിടെയുള്ളൊരു സ്ലാഗ. അത് എന്താ തോന്നി? ഒരു നല്ല എക്സ്പീരിയൻസ്. കാരണം ഒരു നല്ല ചിരിക്കാനുള്ള കോമഡി എന്റർടൈൻമെന്റ് മൂവി. ശ്രീനിവാസന്റെ മരണ പെർഫോമൻസ് ഉണ്ട്. ഫുൾ ടൈം ആള് അഴിഞ്ഞാടുന്നുണ്ട്. ബാബു ആന്റണി, കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ മലബാർ ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് ആ ബെൽറ്റുള്ള ഒരുപാട് കാസ്റ്റിങ്ങിൽ കണ്ട്. നല്ലൊരു പടമായിരിക്കും. ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് പ്രതീക്ഷിക്കുന്നു. അന്ന് തന്നെ ബേസിലിന്റെ പടം. അപ്പോൾ ശിഷ്യനും ഗുരുവും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ കൂടി ഉണ്ട്. രണ്ടാളും നായകന്മാരായിട്ട് അഭിനയിക്കുന്നു. പൊന്മാനില് ബേസില് എല്ലാ പടം ഫാമിലി സ്റ്റാർ ആണ് ആളിപ്പോ. അപ്പോൾ 2 പടം 2 നല്ല സംവിധായകരാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം ഷെയർ ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.